ഖുർആൻ ഇതിനെ ശരിക്ക് പരിചയപ്പെടുത്തിയത് ആയത്ത് എന്നാണ്. വല്ലാത്തൊരു അത്ഭുതമുള്ളൊരു കാര്യമായിട്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ, ശത്രുക്കളുടെ 1/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ളത്. പക്ഷെ അവർക്കുള്ള കരുത്ത് എന്താണ്? അള്ളാഹ് ഏൽപ്പിച്ച ഒരാശയം, ഒരാദർശം, അതാണ് അവരുടെ കരുത്ത്. ആയുധബലമില്ല, വേറെ ഒരു ഭൗതിക സജ്ജീകരണങ്ങളുമില്ല. അത്രത്തോളം ദുർബലമായ അവസ്ഥയിലാണ് പിന്നെ അവരുള്ളത്. അവിടെ അവർക്ക് വിജയം കിട്ടി എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തുമുള്ള വിശ്വാസികളെ കണ്ണു തുറപ്പിക്കേണ്ട ഒരായത്ത് തന്നെയാണ്. ഇതേ കാര്യം പഠിപ്പിച്ച ആയത്തിൻ്റെ അവസാനം അല്ലാഹ് പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലഇബറത്തൻ, ഉറപ്പായും ഗുണപാഠമുണ്ട് എന്നാണ്. ലഇബറ, ഉറപ്പായും തീർച്ചയായും ഗുണപാഠമുണ്ട്. ആർക്ക്? ചിന്തിക്കുന്ന, നന്നായി ആലോചിക്കുന്നവർക്ക് ഈ സംഭവത്തിൽ ഗുണപാഠമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒരായത്തിൽ തന്നെയാണ് ആയത്ത് ഇബറത്ത് എന്നല്ല കൊണ്ടുവന്നത്. അത്രയും മഹത്വം അതിനുണ്ട് എന്നർത്ഥം. വിശ്വാസികളായ നമ്മൾ ഈ ചരിത്രത്തെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വൈകാരികത ഉണ്ടാകും. അതേപോലെ സ്വഹാബികളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, അവരിടപെട്ടത്, അവർ സഹിച്ചതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു സങ്കടം തന്നെയാണ് മനസ്സിൽ തളം കെട്ടി നിൽക്കുക. എന്നാൽ ഇവിടെ നമുക്ക് അതോടൊപ്പം ഉണ്ടാകേണ്ട കാര്യം എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ എത്ര തന്നെ ഇടപെട്ടാലും അത് നമുക്ക് വല്ലാത്ത ഒരു വെളിച്ചവും ആശ്വാസവുമായിരിക്കും എന്ന് ഇതിന്നൊക്കെ അതാണ് ആ ഗുണപാഠം ഉൾക്കൊള്ളുകയെന്ന് പറഞ്ഞാൽ. എണ്ണത്തിൽ കുറഞ്ഞ സൗകര്യങ്ങളില്ലാത്ത സ്വഹാബത്ത് എല്ലാം സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ നിന്ന് പൊരുതി പോരാടി എന്നത് നമുക്ക് തന്നെ ഗുണപാഠം എന്താണ്? ഞാൻ എവിടെയായിരുന്നാലും, എത്ര പ്രയാസങ്ങൾക്ക് നടുവിലാണെങ്കിലും, എത്ര ദുർബലത എനിക്കുണ്ടെങ്കിലും, എത്ര അസൗകര്യങ്ങൾ എനിക്കുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക എന്നത് എൻ്റെ മേലുള്ള വലിയൊരു ബാധ്യതയാണ്, ഒരു അമാനത്താണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം.